ഞാനുള്ളത് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലാണ്. ഇതൊരു വെറൈറ്റി മാവാണ് കേട്ടോ, ബ്ലാക്ക് നീലിനാണ്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ല മാങ്ങ, അതാ വലിയ മാങ്ങ. ആ കമ്പൊക്കെ ഇപ്പം തന്നെ ഇപ്പോൾ ഒട്ടിപ്പോകുന്ന രീതിയിലേക്ക് നിൽക്കുന്നുണ്ട്. യാതൊരു ഇത് വെയിറ്റ് വന്നു ആ കമ്പിൻ്റെ മുകളിൽ, കമ്പ് ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിയ വരെയായിരുന്നു. ബ്ലാക്ക് നീലിനാണ്. ഇതിൻ്റെ മാങ്ങ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഇത്തരം ചട്ടികളിൽ വെക്കാൻ പറ്റുന്ന ഈ ചട്ടിയിൽ ഇത് മാങ്ങ ഉണ്ടായതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അല്ല മാങ്ങനെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഏകദേശം അതിനോട് സാമ്യമാർ വാങ്ങിയാണെങ്കിൽ എന്താണെങ്കിലും ഒരു രുചികരമായ മാങ്ങയായിരിക്കും. തീർത്തും ഇത് പറയാൻ കഴിയില്ല. ഇത് ഞാൻ കുറച്ചും കൂടി മാങ്ങ വലുതായി കഴിഞ്ഞ് ഇതിൻ്റെ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. അതുവരെ ഇതിൻ്റെ അഭിപ്രായം പറയാൻ തയ്യാറാവില്ല. എങ്കിലും ചട്ടിയിൽ ഇത് വളർത്താൻ കഴിയും. ഇതിന് അധിക കാലമായിട്ടില്ല കേട്ടോ, 2 വർഷമായിട്ടുള്ളൂ ഈ മാവിനെ ചട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട്. ചെറിയ മാവായിരുന്നു, ചട്ടിയിൽ വെച്ച് കഴിഞ്ഞ് ഈ കഴിഞ്ഞ പോലെ ചെറിയ 1-2 പൂ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിന് മുകളിൽ നന്നായിട്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഒരു മാവ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, ചട്ടിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഈ മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ ചകിരി കമ്പോസ്റ്റ്, കൃത്യമായിട്ട് ചകിരി കമ്പോസ്റ്റ് കൂട്ടണം. കാരണം വെള്ളം കീപ്പിട്ട് വലിഞ്ഞു പോകണമെങ്കിൽ ചകിരി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഗുണകരമാണ്. അതുപോലെ തന്നെ ജലാംശത്തിനെ പിടിച്ചു നിർത്താനും അതിന് കഴിയും. ഇപ്പോൾ തണുപ്പ് എപ്പോഴും അതിന് മുരട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് അത് നമ്മൾ കാണേണ്ടത്. പിന്നെ ഇതുപോലെ ഹാഫ് ഡ്രമ്മിലാണെങ്കിൽ അടിയിൽ ഓടുപൊളിയോ അല്ലെങ്കിൽ ചകിരിയോ കൃത്യമായിട്ട് ചെയ്യണം. അതിന് കൃത്യമായിട്ട് ഓളിടണം. കീപ്പിട്ട് ഓളിടുന്നതിനേക്കാളും നല്ലത് ഒരു സൈഡിലേക്ക് ഓൾ കൊടുക്കുന്ന. പല ആളുകളും കീപ്പിട്ട് ഓളിട്ട് കണ്ടില്ലേ സൈഡിൽ, ഇതിൻ്റെ ഓളൊക്കെ സൈഡിലേക്കാണ്. ഈ ഇതേ രീതിയിൽ ഓളിടുകയാണെങ്കിൽ എന്താ പറയുക, വെള്ളം കെട്ട് ഒഴിഞ്ഞ് പോകും. അടിയിൽ ചെറിയൊരു നനവാട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ദിവസത്തിന് നനയ്ക്കാൻ വിട്ടുപോയാലും നമുക്കിതിൻ്റെ വേര് ആ വെള്ളം വലിച്ചെടുത്ത് ജീവിക്കും. ചെടിയിൽ ചട്ടിയിൽ ഇത്തരം സാധനം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നന വിട്ടുപോകാൻ പാടില്ല. നന നിർബന്ധമായിട്ട് അതിന് വേണം. നന വിട്ടുപോയാൽ പെട്ടെന്ന് മാവിൻ്റെ പിറ്റേ 2-3 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഏറ്റവും അടിഭാഗത്തുള്ള ഇല കൊഴിച്ചിലിനാണ് നമ്മൾ കാണുക. അപ്പോൾ അതിന് എന്താ പറയുക, മാവിൻ്റെ നന വിട്ടുപോയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാവും. അപ്പോൾ നന നമ്മളെടുത്ത് നിന്ന് വിട്ടു പോകരുത്. ടെറസിൻ്റെ മുകളിലൊക്കെ പല ആളുകൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൃഷി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നന ഒരിക്കലും വിട്ടുപോകാതെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധയോടു കൂടിയാണ് ചെയ്യേണ്ടി വരിക. ഈ ടെറസിന് മുകളിലൊക്കെ 100 മാവൊക്കെ നട്ട ആളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. അത് ശ്രദ്ധിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ വളരെ ഏറ്റവും അടുപ്പം അതിന് ആ മാവിനെ സ്നേഹിച്ച് മാവിനോട് കൂടെ ജീവിക്കുന്ന ആളുകളെപ്പോലെ അവർ മാറുന്നുകൊണ്ടാണ് ആ 100-100ഓളം മാവുകളൊക്കെ ടെറസിൻ്റെ മുകളിൽ കയറ്റി വെച്ചിങ്ങാണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പം അത്രയും താല്പര്യത്തിലാണ് അവർ അതിൻ്റെ പിന്നിൽ പോകുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നന്നായിട്ട് വളമൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ആ മണ്ണ് നിറച്ച് കൃത്യമായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഇത് കണ്ടില്ലേ, ഒരിക്കലും ഇതിൽ ജലാംശം എപ്പോഴും ചെറിയ നനവ് കിട്ടണം. ഒരിക്കലും നനവില്ലാത്ത സാഹചര്യം ഉണ്ടാവരുത്. ഇത് നനവില്ലാഞ്ഞാൽ അത് ക്ഷീണിച്ചു പോകും, മാവ് ക്ഷീണിക്കും. അപ്പം നല്ല അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ വെള്ളം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു ദിവസം ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് നനയ്ക്കണം. ഇത് വേഗത്തിൽ കഴിക്കും ചട്ടിയിലാവുമ്പോൾ. ഈ ചട്ടിയിലാവുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഇതിപ്പോൾ 2 രീതിയിൽ ഇത് കാണുന്നുണ്ട്. ഇതേ മാവ് തന്നെ ഒരു ഫുൾ ചട്ടിയിൽ വെച്ചതുണ്ട്, അതിപ്പോൾ മാങ്ങയായിട്ടില്ല. ഇത് മാങ്ങയായിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കരക്കുട്ടി മാവ് വലിയ ചട്ടിയിൽ ഫുൾ ബാരലിൽ വെച്ചതും ഹാഫ് ബാരലിൽ വെച്ചതാണ് ആദ്യം കഴിച്ചത്. ആ വേര് അതിൻ്റെ അടിയിലേക്ക് പോയി ചുറ്റും റൗണ്ട് ചെയ്ത് ചുറ്റി കൂടുന്നതോട് കൂടി തന്നെ ഇത് കായ്ക്കാനുള്ളൊരു പ്രവണത കാണിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അല്ലെങ്കിൽ എന്തുകൊണ്ട് വലിയ മാവ് അതായ രീതിയിൽ കഴിച്ചിട്ടില്ല എന്ന സംശയമാണ്. കാരണം ഒരു മാവിൻ്റെ മുകളിൽ തന്നെ എടുത്ത സയണാണ്. ആ സയൺ എടുത്തിട്ടാണ് തൈ ഉണ്ടാക്കിയത്. ആ 2 തൈകളും 2 രീതിയിലാണ് കാണുന്നത്. അത് ഒരു മരത്തിന് മുകളിൽ മാത്രമല്ല കേട്ടോ, ഞങ്ങളൊരു 6-7 മരം അങ്ങനെ ചെയ്തതിലൊക്കെ തന്നെ വലിയ ചട്ടിയിലുള്ളത് ഒരിക്കലും അങ്ങനെ പൂവ് കാണിച്ചിട്ടേ ഉള്ളൂ. അതായത് ചെറിയ ചട്ടിയിലുള്ളതൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ മാങ്ങയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മണ്ണിലേക്കാണ് വരുന്നതെങ്കിൽ ഒന്നുകൂടി വഴുകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് സംശയിക്കുകയാണ്. കാരണം അത് നമ്മളൊരു മണ്ണിലാണ് കൃഷി ചെയ്യണമെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് ഇത് കായ്ക്കൽ ഉണ്ടാവില്ല. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ കായ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്നുകൂടി വേരൊക്കെ ഒന്ന് പടർന്ന് പിടിച്ച് നല്ല മാവായിട്ട് മാറുക അത് തന്നെയായിരിക്കും. മണ്ണിൽ വെക്കുന്ന മാവാവും നല്ല മാവായിട്ട് മാറുക. അത് ശരിക്കും വേരൊക്കെ നല്ലോണം ദൂരത്തേക്ക് പോയി വെള്ളം വലിച്ചെടുക്കാനോ അതിന് നമ്മളിനി നനച്ചിട്ടില്ലെങ്കിൽ പോലും അത് നിലനിൽക്കും. അതിനെ നമ്മൾ നനയ്ക്കേണ്ട ഒരു ആവശ്യം വരില്ല, കാരണം അത് നിലനിൽക്കും. ആ രീതിയിലേക്ക് ആണ് അത് വളരുക. അപ്പം മണ്ണിൽ വെക്കുന്നതാണ് എപ്പോഴും ഫലപ്രദം. പിന്നെ സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയൊക്കെ വെക്കാം. പിന്നെ അത് മാത്രമല്ല ചട്ടിയിലൊക്കെ വെച്ചിങ്ങോട്ട് വേഗം ഒരു മാങ്ങ പറിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന
ഒരു നല്ല ജനവിഭാഗം ഇപ്പം വളർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എല്ലാ ആളുകളും ചട്ടി ബാരലുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പറയാം. ഞാൻ അപ്പോൾ നാളെ ഒരു ലോഡ് ബാരലിന് നാളെ രാവിലെ എത്തും. ഒരു വലിയ ലോഡാണ്. അതിൽ 50 എണ്ണം ഒരാളെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആളുകൾ എന്താ പറഞ്ഞാൽ ബാരലിൽ മാവ് വെക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാവിനാണ് ആ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ബാരലിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ബാരലിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അത് ബാരലിന് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ആളുകൾക്ക് ആവശ്യം മാവ് കർഷകൻ ഇന്ന് ഇത്തരം 10 സെൻറ്റോ 20 സെൻറ്റിലും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യം ബാരലിൽ തന്നെയാണ്. വീടൊക്കെ കൃത്യമായിട്ടും അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ മുൻഭാഗത്ത് 2 ചട്ടിയിൽ മാവൊക്കെ വെച്ച് ഭംഗിയാക്കി കൊണ്ടുപോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് എങ്കിൽ പോലും പറയാനുള്ളത് തന്നെയാണ്, മാവൊക്കെ വെക്കുകയാണെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിന് വെച്ച് പ്രൂണിംഗ് ഒക്കെ നടത്തി ഉയരം കുറച്ച് നല്ല ഭംഗിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ മണ്ണിൽ വെക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ഗുണകരമാകുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ കാണാൻ ഒരുപാട് മാങ്ങിപ്പിൻ്റെ മുകളിലുണ്ട്. പക്ഷേ ഇത് മണ്ണിലാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഇതിലൊരു സംശയമില്ല. ഞാനൊരു ബാരലിൻ്റെ കൂടെ ഒരു മാവിൻ്റെ കൂടെ ഉണ്ട് ഒരു ബാരലിൽ 150 കൂടുതൽ മാങ്ങയുണ്ട് അതിൻ്റെ മുകളിൽ. 150ൻ്റെ മേലെയാണ് അതിൻ്റെ മുകളിൽ മാങ്ങ. അപ്പോൾ എനിക്ക് തോന്നിയ എന്താ പറഞ്ഞാൽ അതിന് മണ്ണിലാണെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മാങ്ങകൾ ഉണ്ടാവില്ലേ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവിധ മാവുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുന്നതൊക്കെ കലാപ്പാടിയാണ്. ഈ ഭാഗം ചുറ്റുഭാഗം കാണുന്നത് കലാപ്പാടി മാവുകളാണ്. അതിനൊന്ന് കണ്ടുപോകാം കണ്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങകളുണ്ട്. 5-10 മാങ്ങയൊക്കെ ഉള്ള മാവുണ്ട്, 2 ഉള്ളതുണ്ട്, 4 ഉള്ളതുണ്ട്. അതേ രീതിയിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങകളുണ്ട്. അപ്പോൾ ആ മാങ്ങുള്ള മാവുകളാണ്. ഇത് ആർക്കെങ്കിലും കലാപ്പാടി മാവ് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ ഞങ്ങളെ സമീപിക്കുക. ഞങ്ങളുടെ അടുത്ത് 2000-ഓളം മാവുകൾ ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ. അത് കാണുന്ന ഇത് മാത്രമല്ല, അപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു ഭാഗം കലാപ്പാടി മാവുണ്ട്.